പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ലൂസിഫർ ആദ്യ 8 ദിവസങ്ങൾ കൊണ്ട് 100 കോടി നേടി ചരിത്രം സൃഷ്ടിച്ച് ആരാധകരെ ആവേശത്തിൽ കൊണ്ടെത്തിച്ചിരുന്നു. അതിനുശേഷം 21-ാം ദിവസം കഴിഞ്ഞപ്പോൾ 150 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെന്നും ഔദ്യോഗികമായി റിപ്പോർട്ടുകൾ നിർമ്മാതാക്കൾ തന്നെ തന്നു. ഇപ്പോഴും തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ഷോകൾ അടക്കം കളിച്ചു മുന്നേറുകയാണ് ലൂസിഫർ. 175 കോടി ആകെ വ്യാപാരം നേടിയെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. 200 കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം 26 ദിവസങ്ങൾ കഴിയുമ്പോൾ ഡബ്ബിങ്ങിലും ഡിജിറ്റൽ റൈറ്റ്സിലും സാറ്റലൈറ്റ് റൈറ്റുകളിലും മൊത്തമായി വരുമാനങ്ങൾ ചേർക്കുമ്പോൾ 175 കോടിയോളം ബിസിനസ് ഇപ്പോൾ നേടിയിരിക്കുകയാണ് ലൂസിഫർ എന്നാണ് റിപ്പോർട്ടുകൾ. അതോടൊപ്പം പുലിമുരുകന്റേതടക്കമുള്ള ഭൂരിഭാഗം റെക്കോർഡുകളും ലൂസിഫർ തകർത്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലൂസിഫറിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് ഇപ്പോൾ ഏകദേശം 160 കോടി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിന്ന് 60 കോടിയിലധികം കളക്ഷൻ നേടി ഇപ്പോൾ മുന്നേറുന്ന ലൂസിഫർ ഓവർസീസിൽ മാത്രം 50 കോടി കടക്കുന്ന ആദ്യ മലയാള ചിത്രമാവുന്നു. GCCയിൽ മാത്രം 40 കോടി നേടുകയും 10,000 ഷോകൾ കളിച്ച് റെക്കോർഡ് സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു ലൂസിഫർ. അമേരിക്കയിൽ പുലിമുരുകൻ തീർത്ത കളക്ഷൻ റെക്കോർഡ് ഞാൻ പ്രകാശൻ എന്ന ഫഹദ് ഫാസിൽ ചിത്രം മറികടന്നപ്പോൾ അതിനെയും തകർത്ത് ലൂസിഫറിലൂടെ മോഹൻലാൽ വീണ്ടും ഒന്നാമതെത്തി. തമിഴ്നാട്ടിൽ പ്രേമം നേടിയ 2 കോടി എന്ന നേട്ടം ലൂസിഫർ തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് മറികടക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലെ കളക്ഷൻ ഇപ്പോൾ ലൂസിഫറിന്റെ പേരിലാണ്. ആകെ ലോകവ്യാപകമായി 40,000 ഷോകൾ പൂർത്തിയാക്കുകയാണ് ഈ മോഹൻലാൽ ചിത്രം. ഇനിയുള്ള ഔദ്യോഗിക കളക്ഷൻ വിവരങ്ങൾ ഒരു 200 കോടി ആകുമ്പോഴേക്കും നിർമ്മാതാക്കൾ പുറത്തുവിടുമെന്നും റിപ്പോർട്ടിലുണ്ട്. 200 കോടി ലൂസിഫറിന് സാധ്യം എന്ന് തന്നെയാണ് ഓരോ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നതും. ആദ്യമായാണ് ഒരു സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 5000 ഷോകൾ തീർക്കുന്നത്. അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിലെ കാർണിവൽ സിനിമാസിൽ ആദ്യമായി ഒരു സിനിമ 5 കോടി നേടിയിരിക്കുന്നു. ഇങ്ങനെ ലൂസിഫറിന് പറയാൻ നിരവധി റെക്കോർഡുകളാണ് പിറന്നത്. ഇനി ആ 200 കോടി എന്ന നേട്ടം അധികം വിദൂരമല്ല.